സ്വാഗതം ഈവനിംഗ് എഡിഷനിലേക്ക്. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം തുടരുകയാണ്. ബാരിക്കേഡ് മറികടന്ന ആശമാർ ക്ലിഫ് ഹൌസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ക്ലിഫ് ഹൌസിലേക്ക് തള്ളിക്കയറാനാണ് ആശമാരുടെ ശ്രമം. ഇപ്പോഴും അതുകൊണ്ട് മനുഷ്യത്വം ഉണ്ടാകണം. സ്ത്രീകളോട് മുഖ്യമന്ത്രിയെ കാണാൻ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പിരിഞ്ഞു പോകാൻ ദിവ്യ ഇപ്പോൾ ഇവിടെ ദിവ്യ വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഇതാ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ഇതാ ഇപ്പോൾ ആശമാർ ഇപ്പോൾ ക്ലിഫ് ഹൗസിന്റെ ഉള്ളിലേക്ക് കടക്കാനാണ് ശ്രമിക്കുന്നത്. ദിവ്യ, മുഖ്യമന്ത്രിയെ കണ്ടേ മടങ്ങൂ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശമാർ. അവർക്ക് നേരെ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. സംഘർഷഭരിതമായൊരു സാഹചര്യം തന്നെയാണ് നിലവിലിവിടെ നിലനിൽക്കുന്നത്. അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇസത്ത് സുൽഫിക്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഇസത്ത്, നമുക്കറിയാം അവർ ഇപ്പോഴും മടങ്ങാൻ തയ്യാറാകുന്നില്ല. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? സംഘർഷഭരിതമായ അവസ്ഥ അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണോ? അമൃത, തീർത്തും ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ എന്ത് വില കൊടുത്തു മുഖ്യമന്ത്രിയെ കണ്ടിട്ട് മടങ്ങുമോ എന്ന് പറയുന്ന ഒരു നിലപാടിൽ തന്നെയാണ് ആശാവർക്കർമാർ ഇപ്പോൾ നിലകൊള്ളുന്നത്. ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് കയറാനാണ് ഇപ്പോൾ ആശാവർക്കർമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആദ്യം രാവിലെ ഈ സമരം തുടങ്ങിയപ്പോൾ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ വൈകുന്നേരവും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു. ക്ലിഫ് ഹൗസിലേക്ക് ക്ലിഫ് ഹൗസിലേക്ക് ബാരിക്കേഡുകൾ തകർത്ത് കയറാനാണ് ആശമാർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇനി ഏത് സാഹചര്യത്തിലും കണ്ടിട്ട് തന്നെ മടങ്ങുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോൾ ആശാവർക്കർമാർ നിലകൊള്ളുന്നത്. മാത്രമല്ല, ഇവിടെ കാലാവസ്ഥ ഏത് തരം കാലാവസ്ഥയായാലും മുഖ്യമന്ത്രിയെ കണ്ടിട്ട് തന്നെ ആശാവർക്കർമാർ ഇവിടെ നിന്നും മടങ്ങുള്ളൂ, ഈ സമരം ഒതുങ്ങുകയുള്ളൂ. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട സകല ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടിയിട്ട് ഇവിടെ മടങ്ങുള്ളൂ എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ആശാവർക്കർമാർ ഇവിടെ നിലകൊള്ളുന്നത്. അമൃത, നമുക്കറിയാം, നാളുകൾ കുറേയേറെയായി ഇവർ ഇത്തരത്തിൽ പ്രത്യക്ഷ സമരത്തിൽ തന്നെയാണ്. ഇവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിട്ടുമില്ല. ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ചിൽ ഇത്രയും നാൾ സമരം വരുന്ന എല്ലാ ആശമാരും പങ്കെടുക്കുന്നുണ്ടോ? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടോ? അമൃത, 8.5 മാസമായി ഈ ഒരു സമരം, ഈ ആശാവർക്കർമാരുടെ സമരം തിരുവനന്തപുരത്ത് നടക്കുന്നു. എന്നിട്ടും ഇതുവരെ ഒരു അനുനയ ശ്രമം പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, ഇവർ ഈ പറയുന്ന ഒരു ആനുകൂല്യങ്ങളും, അതായത് നേരത്തെ നമ്മളോട് ആശാവർക്കറിൽ നിന്നും ഒരാൾ പ്രതികരിച്ചിരുന്നു. അയാൾ പറഞ്ഞത് എന്തൊരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുമാണ് ഇവിടെയുള്ളത്, ഞങ്ങളെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാത്തവരാണ് എന്നാണ് ഇവിടെ ആരോഗ്യമന്ത്രി അവരോട് ആശാവർക്കർമാർ നമ്മളോട് സംസാരിച്ചത്. എന്നിരുന്നാലും ഇനിയും, അതായത് ഒരു അനുനയ ശ്രമം നടക്കാതെ ഇവിടെ നിന്ന് പിന്മാറുകയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ആശാവർക്കർമാർ നടക്കുന്നത്. നമുക്ക് കാണാം, നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഈ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് അവർ മുന്നിലോട്ട് കടക്കാൻ ശ്രമിക്കുന്നത്. വനിതാ പോലീസുമായിട്ടൊരു സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ആശാവർക്കർമാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമൃത, നിയന്ത്രിക്കാനുള്ള ഒരു പോലീസ് സന്നാഹം ക്ലിഫ് ഹൗസിന് മുന്നിലുണ്ടോ? അമൃത, ക്ലിയർ അല്ല. ഇത്രയും അധികം ആശമാരെ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനുള്ള ഒരു പോലീസ് സന്നാഹം ക്ലിഫ് ഹൗസിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ടോ?